പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളെ പ്രിയപ്പെട്ട അനശ്വരൻ നടൻ ജയൻ കോലയിൽ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നടൻ്റെ വീട് ഇതാ ഈ ബോർഡിരിക്കുന്നതിൻ്റെ തൊട്ട് ചേർന്ന് മതിലിനോട് ബാക്കിലായിരുന്നു. അതിന് ബാക്കിലാണ് ഈ നിൽക്കുന്നത് വലിയൊരു ഹോസ്പിറ്റൽ. അതാണ് നമ്മളിനി ചിന്തിക്കേണ്ടത്. ഇനി ജയൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തിരികെ വരുമോ? ജയൻ്റെ ഫിഗർ അഭിനയിക്കുന്ന പലവരുമുണ്ട്, ജയനെ കണക്കിരിക്കുന്നവർ പലവരുമുണ്ട്. ജയൻ എവിടെയോ ജനിച്ച് കാണാതിരിക്കാം എന്നൊക്കെ പലവരും ചിന്തിക്കുന്നവരുണ്ട്, ജയനെ സ്നേഹിക്കുന്നവർ. എന്തായാലും നമുക്ക് ജയൻ്റെ ഓർമ്മകളിൽ സാധാരണക്കാരൊക്കെ ഉള്ളൊരു മേഖലയിൽ ഒരു ക്ലബ്ബുണ്ട്. പ്രിയപ്പെട്ട ജയൻ്റെ കാര്യങ്ങൾ ചെയ്തു. ഇത്രയും വലിയൊരു സ്ഥാപനം ഇവിടെയുള്ള ജനങ്ങളും സാധാരണക്കാരും ഉണ്ടാക്കിയിട്ടേക്കാണ്. അപ്പം നമ്മളത് തൂത്തിടുക. നമുക്കുള്ള ഒരു നമ്മൾ സ്നേഹിക്കുന്ന വലിയൊരു മനുഷ്യൻ്റെ അനശ്വര നടൻ്റെ ക്ലബ്ബാണ്. ഈ ക്ലബ്ബിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു ജയനോടുള്ള ആത്മാവ്. നിങ്ങൾ നോക്കാത്തതുകൊണ്ടോ ജയനോ തേവള്ളി കൊല്ലം കാണുന്ന ഒരു ക്ലബ്ബാണ്. ജയൻ്റെ പേരിലുള്ള ഒരു ക്ലബ്ബാണ് കാണുന്നത്. നമുക്ക് അത് വളരെയേറെ നമുക്ക് എപ്പോഴും കാണുമ്പോൾ ഈ മേഖലയൊക്കെ പഴയ ലൊക്കേഷൻ കണക്കാണ് ഇവിടെ കാണുന്നത്. ജയൻ്റെ മേഖലയാണെങ്കിൽ ഇവിടെ പഴയ സിനിമ പിടിക്കുന്ന കണക്കുള്ളൊരു ലൊക്കേഷനൊക്കെയാണ്. തടിയും സാമൂലും ഒക്കെ കാണാം. വലിയൊരു നല്ലൊരു പ്രകൃതിയുടെ ഒരു ഭാഗം ഇവിടെ നമുക്ക് പഴയ കാലഘട്ടങ്ങളുടെ എന്ന് കാണാൻ സാധിക്കും. ഈ ക്ലബിൻ്റെ അടുത്ത് തന്നെ പഴയ കാലഘട്ടങ്ങളെ ഓർക്കുന്നൊരു ലൊക്കേഷൻ തന്നെയാണ് നമുക്കിവിടെ. അവരെ തുറന്നു കിടക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപക്ഷെ ജയൻ്റെ ക്ലബിലേക്ക് കയറാനൊരു ഭാഗ്യം ജയൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. സിനിമയിലുള്ള രംഗങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. ജയൻ എന്തായാലും രാത്രി ഇതിനുള്ളിൽ വരുമെന്നുള്ള സംശയം വേറൊന്നും വേണ്ട. കാരണം തീർച്ചയായിട്ടും ജയൻ്റെ ആരാധകർ ഇത്രയും ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ജയൻ്റെ മുറ്റത്ത് ജയൻ്റെ അയലത്ത് ആണ് ഈ നിൽക്കുന്ന ക്ലബ്ബ് അല്ലേ? എന്താ അങ്ങനെ പരിപാടി? എല്ലാം ഓണം പരിപാടി നടക്കും. പിന്നെ ഏത് 2 വർഷം കൊണ്ടില്ല? 2 വർഷം കൊണ്ടില്ല. 2 വർഷം കൊണ്ടില്ലെന്നാണ് ഇവിടുത്തെ ഇവിടെ ചേട്ടാ. ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? ക്ലബ്ബിലെങ്ങനെ പത്രവിടലും വായനയൊക്കെ ഉണ്ടോ ഇപ്പോഴും? ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അംഗങ്ങളൊക്കെ എത്ര പേരുണ്ടെന്ന് അറിയോ ക്ലബ്ബിൽ? 100 പേരുണ്ട്. ഇപ്പോൾ ആരും ഇവിടെ ഇല്ല സ്ഥലത്ത്. എന്തായാലും ജയൻ്റെ ഒരു സന്ദേശം കൊടുത്തുള്ള ക്ലബിൻ്റെ അടുത്ത് തന്നെ അയൽക്കാരൻ. എന്താ പേര്? രമേശ്. ഇവിടെ തന്നെയാണോ ജനിച്ചു വളർന്നത്? കണ്ടിട്ടില്ലെന്ന് അറിയാം, മനസ്സിലായി. എന്നാലും ഇവിടെ ജനിച്ചു വളർന്ന എന്തായാലും ഇവിടെ ആണല്ലോ. എന്തായാലും ഈ ക്ലബിൻ്റെ ഒരേ പുരോഗമനങ്ങൾ ഇനി മാറ്റം ക്ലബ്ബ് തുറക്കുകയും പ്രവർത്തനമൊക്കെ ആണോ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ? ആൾക്കാരൊക്കെ വായനശീലവും അങ്ങനെ ആൾക്കാരൊക്കെ വരികയും ചേർന്ന് നിൽക്കാൻ ഒരു പവർ അങ്ങനെ പ്രവർത്തകർ കുറവാണ്. സമയമില്ലായിരിക്കും ആൾക്കാർക്ക് ഇല്ലേ? ഒരേ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ പരിപാടികളേ ഉള്ളൂ. അല്ലെ ക്ലബ്ബിൽ വായനശീലം ഇല്ല. ഇല്ല. ക്യാമറമാൻ സന്തോഷ് കുമാറിനോടൊപ്പം കെ. കൊല്ലത്തുനിന്നും ശില്പി രാജേന്ദ്രപ്രസാദ്.